നമസ്കാരം. ദൃശ്യവാർത്തകളിലേക്ക് സ്വാഗതം. അവസരം കിട്ടുമ്പോഴെല്ലാം LDF അംഗങ്ങൾ മാനസികമായി പീഡിപ്പിക്കുന്നുവെന്ന് കൂത്താട്ടുകുളം നഗരസഭാ കൗൺസിലർ കല രാജു. തന്നെയും കുടുംബത്തെയും മാനസികമായി പീഡിപ്പിക്കുന്ന വർത്തമാനങ്ങളും പ്രവൃത്തികളും ചില LDF കൗൺസിലർമാർ നിരന്തരമായി നടത്തുകയാണെന്ന് കല രാജു പറഞ്ഞു. കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോഴാണ് ചില വനിതാ കൗൺസിലർമാർ തന്നെ മാനസികമായി ദ്രോഹിക്കുന്നത്. ബജറ്റ് അവതരണം കഴിഞ്ഞ ശേഷം യോഗത്തിൽ വെച്ച് ഇവർ കൂവി കളിയാക്കി. 25 വർഷം CPM-നൊപ്പമായിരുന്നുവെന്ന് കല പറഞ്ഞു. വീട്ടിൽ സംരക്ഷണം നൽകണമെന്ന ആവശ്യം ഉന്നയിക്കും. അധികാരം ലഭിക്കണമെന്ന ആഗ്രഹമില്ലെന്നും കല കൂട്ടിച്ചേർത്തു. ജനുവരി 18-ന് അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഉണ്ടായത്. തനിക്ക് നിരവധി പോലീസ് കേസുകൾ നേരിടേണ്ടി വന്നു. ജനാധിപത്യ സംരക്ഷണത്തിനു വേണ്ടി എന്തും നേരിടാൻ തയ്യാറാണെന്ന് കല പറഞ്ഞു. ഇതിനുവേണ്ടി മാനസികമായി തയ്യാറെടുത്തു കഴിഞ്ഞു. അവിശ്വാസ പ്രമേയത്തെ അനുകൂലിക്കുമെന്നും കല പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ പോലെ തീർച്ചയായിട്ടും അവരുടെ ഇനിയിപ്പൊന്നുമില്ല. ഇപ്പോഴും തന്നെ അവർ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞ പോലീസ് സ്റ്റേഷനിൽ എത്തായിട്ടു പല പല പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് എനിക്ക് എന്ന് പറയുന്ന അത്രമേൽ തന്നെ ബുദ്ധിമുട്ടിച്ചു. ഈ വരുന്ന 5-ാം തീയതി നടക്കുന്ന അവിശ്വാസ പ്രമേയത്തിൻ്റെ ഞാൻ തീർച്ചയായിട്ടും പങ്കെടുക്കും. അതിനകത്ത് വരുന്ന എന്ത് പ്രശ്നങ്ങളെ നേരിടാൻ ഞാൻ തയ്യാറാണ്. ഞാൻ മാനസികമായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. കാരണം നമ്മുടെ ജനാധിപത്യ മൂല്യം സംരക്ഷിക്കുന്നതിന് വേണ്ടി എന്ത് നേരിടാൻ ഞാൻ തയ്യാറാണ്. എനിക്കതിനകത്ത് വേറൊന്നും പറയാനില്ല. ഒരു ബുദ്ധിമുട്ടുമില്ല. കാരണം ഞാൻ ഈ കഴിഞ്ഞ ജനുവരി 18-ാം തീയതി നമുക്ക് അപ്രതീക്ഷിതമായിട്ടുണ്ടായ ആ സംഭവങ്ങളെന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന ഒരു സംഭവമായിരുന്നു. ഇത്രയും മാസങ്ങളോളം ഞാൻ മാനസികമായിട്ട് അവരെന്നെ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കമ്മിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കൗൺസിൽ യോഗത്തിൽ എൻ്റെ ഒരു കടമയാണ്. ഞാൻ ജനങ്ങളോട് എടുത്തൊരു കടമയാണ് എനിക്ക് എൻ്റെ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കുക എന്നുള്ളത്. ആ കൗൺസിൽ യോഗത്തിൽ പങ്കെടുക്കാൻ ചെല്ലുമ്പോൾ പോലും അവരെന്നെ മാനസികമായിട്ട് പീഡിപ്പിച്ചുകൊണ്ടായിരുന്നു. എന്നെ എത്ര തവണ പോലീസ് സ്റ്റേഷനിൽ അവർ കയറ്റി, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി. അതായത് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ വരെ അവർ ഇതിലേക്ക് കൂട്ടിക്കുഴച്ചുകൊണ്ട് മാനസികമായിട്ട് അവരെന്നെ വളരെ ഹരാസ് ചെയ്യുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നല്ല ധൈര്യമുണ്ട്. ഞാൻ എന്തും എന്നാലും നേരിടാൻ ഞാൻ തയ്യാറാണ്. കാഞ്ഞിരപ്പള്ളിയിലെ ബൈപ്പാസ് രാഷ്ട്രീയത്തിൻ്റെ പേരിൽ MLA ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് കേരള കോൺഗ്രസ് M. ബൈപ്പാസിൻ്റെ നിർമ്മാണ സാമഗ്രികൾ പാതിരാത്രി കടത്തിക്കൊണ്ടുപോകുവാൻ ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നും മോഷണം നടന്നെന്ന പേരിൽ കേസ് കൊടുത്ത് ബൈപ്പാസ് നടപടികൾ വൈകിപ്പിക്കാനുള്ള ഗുജറാത്ത് കമ്പനിയുടെ ശ്രമമാണ് ഇതിലൂടെ വെളിവായതെന്നും കേരള കോൺഗ്രസ് M മണ്ഡലം പ്രസിഡന്റ് ഷാജൻ മണ്ണമ്പലാക്കൽ പറഞ്ഞു. പാതിരാത്രിയിൽ ബൈപ്പാസ് നിർമ്മാണ സാമഗ്രികളടക്കം കൊണ്ടുപോകാനുള്ള വലിയ ട്രെയിലർ തടഞ്ഞുകൊണ്ടുള്ള പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 15 വർഷം കാഞ്ഞിരപ്പള്ളിയുടെ വികസന മുരടിപ്പിന് കാരണക്കാരനായ കോൺഗ്രസ് MLA ജോർജ് മാത്യുവും അനധികൃതമായി സ്വകാര്യ ഭൂമിയിലൂടെ ചങ്ങല വലിച്ച് 13 വർഷക്കാലം നീണ്ട വ്യവഹാരങ്ങളിലേക്ക് ബൈപ്പാസിന് നയിച്ച അൽഫോൺസ് കണ്ണന്താനവുമാണ് കാഞ്ഞിരപ്പള്ളിയുടെ വികസന വിരോധികളെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാത്രിയിൽ കടത്തുവാൻ കൊണ്ടുവന്ന ലോറിയുടെയും ഗുണ്ടകളുടെയും വിവരങ്ങൾ യഥാസമയം അറിയിച്ച വ്യാപാരി സോജൻ ഡൊമിനിക്കിനെയും ഓട്ടോ ഡ്രൈവർ ഷിജോയെയും സമരസമിതി അഭിനന്ദിച്ചു. ജയരാജ് MLAക്കെതിരെ വരുന്ന എല്ലാ അക്രമങ്ങളെയും പ്രതിഷേധങ്ങളെയും നേരിടുമെന്നും കേരള കോൺഗ്രസ് നേതാക്കൾ അറിയിച്ചു. RBDC റൈറ്റ്സ് കിഫ്ബി ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം യുക്തമായ നടത്തിയ പരിശോധനയിൽ 32% വർക്കാണ് പൂർത്തിയായിട്ടുള്ളതെന്നും 2 മാസത്തിനുള്ളിൽ ബൈപ്പാസ് തുടർ നിർമ്മാണം ആരംഭിക്കുമെന്നും അറിയിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നടക്കുന്ന സമരങ്ങൾ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയുള്ളതാണെന്ന് ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് സമരസമിതി നേതാക്കൾ അറിയിച്ചു. സാധന സാമഗ്രികൾ കൊണ്ടുപോകാൻ വന്ന ലോറി ട്രെയിലറിൽ പാർട്ടി പതാക സ്ഥാപിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. കേരള കോൺഗ്രസ് നിയോജക മണ്ഡലം സെക്രട്ടറി അജു പനക്കലിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ ജോളി മടുക്കക്കുഴി, ഷാജി പാമ്പൂരി, സുമേഷ് ആൻഡ്രൂസ്, ആൻ്റണി മാർട്ടിൻ, മനോജ് ചീരാങ്കുഴി, ഷിജു വാഴൂർ, ജോഷി അഞ്ചനാടൻ, രാഹുൽ B. പിള്ള, ദിലീപ് കൊണ്ടുപറമ്പിൽ, നാസർ സലാം, അഖിൽ PM, എബി പനക്കൽ, മാത്യു നടുത്തൊട്ടി എന്നിവർ പ്രസംഗിച്ചു. രാത്രി 12:30 മണിക്ക് ഈ ഗുജറാത്ത് കമ്പനിയുടെ ആൾക്കാർ രാത്രിയിൽ ഈ ട്രെയിലർ കൊണ്ടുവന്നിട്ട് ഇവിടെ കിടക്കുന്ന മുഴുവൻ സാധന സാമഗ്രികളും എടുത്തുകൊണ്ട് പോകുവാനായിട്ട് ശ്രമിച്ചു. കഴിഞ്ഞ ദിവസം സമരം നടത്തിയ BJPക്കാരും കോൺഗ്രസ്സുകാരും പറഞ്ഞത് ഈ പരിപാടി ഒരിക്കലും നടക്കാൻ പോകുന്നില്ല, കരാർ കമ്പനി കേസിലേക്ക് പോവുകയാണ്, കോടതിയിലേക്ക് പോവുകയാണ്. എങ്ങനെ അവർക്ക് കോടതിയിൽ പോകാൻ പറ്റും? കരാർ ലംഘനം നടത്തിയിട്ടുള്ള
ആർക്കും അറിയാവുന്ന കാര്യം, ഏത് കൊച്ചു കുഞ്ഞിനും അറിയാവുന്നതാണ്. മുഴുവൻ വശങ്ങളും പരിശോധിച്ചു കഴിഞ്ഞാൽ അറിയാം, നഗ്നമായിട്ടുള്ള കരാറില്ലെങ്കിലും അതിനുശേഷം 4 മാസം നീട്ടിക്കൊടുത്തു. അവർക്ക് എങ്ങനെ കോടതിയിൽ പോകാൻ സാധിക്കും? ജലന്ധർ രൂപതയുടെ മെത്രാനായി സ്ഥാനമേറ്റ ചെമ്മലമറ്റം ഇടവകാംഗം മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേലിന് മാതൃദേവാലയത്തിൽ സ്വീകരണം നൽകി. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ കാഞ്ഞിരപ്പള്ളി രൂപത മുൻ അധ്യക്ഷൻ മാത്യു അറയ്ക്കൽ മുഖ്യപ്രഭാഷണം നടത്തി. ഇടവക വികാരി ഫാദർ സെബാസ്റ്റ്യൻ കൊല്ലംപറമ്പിൽ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ MLA, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് ഷോൺ ജോർജ്, പഞ്ചായത്ത് പ്രസിഡന്റ് സ്കറിയ ജോസഫ് പൊട്ടനാനി, അസിസ്റ്റന്റ് വികാരി ഫാദർ ജേക്കബ് കടുതോടിൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. മാർ ജോസ് സെബാസ്റ്റ്യൻ തെക്കുംചേരിക്കുന്നേൽ ചടങ്ങിൽ മറുപടി പ്രസംഗം നടത്തി. ജോസ് സെബാസ്റ്റ്യൻ പിതാവ് നോർത്തിൽ അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് ഏത് ഭാഗത്തും വളരെയേറെ അറിയപ്പെടുന്ന ഒരു ആളാണ്. നാഗ്പൂർ സെമിനാരിയിലാണ് പിതാവ് പഠിച്ചത്. അതിനു മുമ്പ് തൃശ്ശൂർ മൈനർ സെമിനാരിയിൽ പഠിച്ചു. അതുകൊണ്ട് അവിടെയുള്ള ആ ദേശത്തുള്ള പിതാക്കന്മാർക്കും അച്ഛന്മാർക്കുമെല്ലാം പിതാവിന് നല്ല പരിചയമാണ്. റോമിൽ കാനൻ നിയമത്തിൽ പ്രത്യേക ഡിഗ്രികൾ എടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന ഒരു സവിശേഷത, ഈ ജലന്ധറിനെ ഇത്രമാത്രം അറിയാവുന്ന അച്ഛന്മാർ അവിടെ വേറെ ആരും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജലന്ധറിൽ എന്തെല്ലാം ഉണ്ടോ അതിൻ്റെയൊക്കെ ചുമതലക്കാരനായിട്ട് ഇതിൻ്റെ പുറകിലുള്ള പിതാക്കന്മാർ നമ്മുടെ പിതാവിനെ ഏൽപ്പിച്ചിരുന്നു. രൂപതാ കേന്ദ്രത്തിൽ, സ്കൂളുകളിൽ, സെമിനാരികളിൽ, മറ്റ് സാംസ്കാരിക വേദികളിൽ എല്ലാം, ഇടവകകളിൽ, മിഷൻ സ്റ്റേഷൻസിൽ, അങ്ങനെ പിതാവ് ഈ ജലന്ധറിനെ കുറിച്ച് നല്ല അറിവുള്ളവനാണ് എന്ന ആ ഒരു തിരിച്ചറിവ് അദ്ദേഹത്തിനും നമുക്കും എല്ലാം വലിയൊരു ആശ്വാസമാണ്. ജലന്ധർ വലിയ രൂപതയാണ്. ധാരാളം വിശ്വാസികളുണ്ട്. 10,000-ലധികം ആളുകൾ അവിടെ ഈ അഭിഷേക കർമ്മത്തിൽ പങ്കെടുത്തിരുന്നു. രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കന്മാർ അവിടെയുള്ളവരുണ്ടായിരുന്നു. അതെല്ലാം നമുക്കും വലിയ അഭിമാനം പകർന്ന കാര്യങ്ങളാണ്. പിതാവിൻ്റെ മേലധ്യക്ഷ ശുശ്രൂഷ ജലന്ധറിൽ വലിയ ഒരു ഭൂപ്രദേശം എന്ന നിലയിൽ അത്ര എളുപ്പമല്ല. പക്ഷെ ജലന്ധർ നല്ല ഒരു കൾച്ചറൽ ഹെറിറ്റേജ് ഉള്ള സ്ഥലമാണ്. ധാരാളം വിശ്വാസികൾ അവിടെയുണ്ട്. വൈദികരോടും മേലധ്യക്ഷനോടുമൊക്കെ നല്ല താല്പര്യമുള്ള ആളുകൾ. അതുകൊണ്ട് ജലന്ധറിൻ്റെ ഭാവി വളർച്ചയിൽ പിതാവിന് ഒരു മോറൽ സ്പിരിച്വൽ കോമ്പസ് ആയിട്ട്, ഒരു പോയിൻ്ററായിട്ട്, പലപ്പോഴും ഒരു ഡിസൈഡിങ് ഫാക്ടറായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഒരു പ്രദേശത്തിൻ്റെ യാഗമാനം ആവശ്യങ്ങൾക്കായി ഉപയോഗിച്ചുകൊണ്ടിരുന്ന പൊതിയിലെ ചിറക്കുളം ഇന്ന് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന പ്രദേശമായി മാറി. സംരക്ഷണ കമ്പി കെട്ടി സംരക്ഷിച്ചു വരുന്ന വേലി മുഴുവൻ പച്ചപ്പടർപ്പ് കയറിയും ഉപയോഗശൂന്യമായി കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. തലയോലപ്പറമ്പ് 12-ാം വാർഡ് പൊതി കലയത്തുംകുന്ന് പള്ളിക്ക് സമീപമുള്ള കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അധീനതയിലുള്ള ചിറക്കുളമാണ് ഉപയോഗിക്കാതെ മാലിന്യ കൂമ്പാരമായി കിടക്കുന്നത്. ഒരു പ്രദേശത്തിൻ്റെ ആകമാനം കൃഷിക്കും മറ്റു പ്രധാന ജലസ്രോതസ്സായിരുന്ന ഈ കുളം ഇപ്പോൾ മാലിന്യം തള്ളുന്ന പ്രദേശമായി മാറി. രാത്രികാലങ്ങളിൽ ഇരുചക്ര വാഹനങ്ങളിൽ വരുന്ന ആളുകൾ ഈ കുളത്തിലേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുകയും ബിയർ കുപ്പികളും പ്ലാസ്റ്റിക് ബോട്ടിലുകളും ഉൾപ്പെടെ കുളത്തിലേക്ക് ഇടുന്നതുമായി സമീപവാസികൾ പറയുന്നു. നമ്മുടെ ഈ അടുത്ത പ്രദേശങ്ങളിൽ ഇത്രയും സൗകര്യപ്രദമായൊരു കുളം വേറെ കിട്ടാനില്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ
പിന്നെ ബ്ലോക്കിനോടും പഞ്ചായത്തിനോടും ഒക്കെ പറഞ്ഞ് നമുക്കിതൊരു നീന്തൽ പരിശീലന കുളമാക്കി മാറ്റുവാൻ എന്തെങ്കിലും സൗകര്യം ഉണ്ടെങ്കിൽ അതിങ്ങനെ ചെയ്യണം. അതിനുള്ള പഞ്ചായത്തോ ബ്ലോക്കോ ബന്ധപ്പെട്ട MLAയോ എല്ലാം ഇടപെട്ട് ഇതൊരു നീന്തൽക്കുളം പരിശീലനമായിട്ട് ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ സൗകര്യം കൊടുക്കുന്നത് നന്നായിരിക്കും. അങ്ങനെ പരിശീലന കുളമാക്കി മാറ്റാനായിട്ട് ഞങ്ങളിങ്ങനെ പലരോടും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റ് അതിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ ചെയ്തു തരണമെന്നാണ് ഞങ്ങൾക്കുള്ള ആഗ്രഹം. ഒരു ഭയങ്കര വളവിലായി കുളം ഇരിക്കുന്നത്. കുളം നന്നാക്കുന്നതിനോടൊപ്പം അതിനകത്ത് ഈ ഇവിടെ നിന്നൊന്ന് നോക്കിയാൽ കാണാം, അപ്പുറത്തുനിന്നൊരു വണ്ടി വരുവോ കാര്യങ്ങളോ ചെയ്താൽ പോലും ഒരു 2 വീലറോ 4 വീലറോ ഒരു വണ്ടി വന്നാലും ഭയങ്കര ആപത്തുണ്ടാകാനും കൂടെ സാധ്യത. ഇത് തെളിഞ്ഞു കിടക്കുക, ആ കുളം നന്നാക്കുക, ഇത് നാടിന് വേണ്ടിയിട്ടല്ലെങ്കിൽ ഇത് മൂടുക, ഇതാണത് ആവശ്യം. ഇത് ആവശ്യമില്ലെങ്കിൽ ഇത് ഇങ്ങനെ കിടന്ന് ആളുകൾക്ക് ദോഷം ഉണ്ടാക്കാത്ത സാധനം ഒരു പ്രസ്ഥാനമായി മാറാതെ ഒന്നില്ലേ ഇത് ജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കണം. അതല്ലെങ്കിൽ അതൊന്ന് വളവ് നിവർത്തി ഒന്ന് നികത്തി വണ്ടി അങ്ങ് പോകുമ്പോൾ അപകടം ഉണ്ടാകാതെ ആക്കുക. ഇതാണ് ഇന്നത്തെ സർക്കാരും ആൾക്കാരും ചെയ്യേണ്ടത്. അടിയന്തരമായി ചിറക്കുളത്തിലെ ചപ്പുചവറുകൾ നീക്കം ചെയ്ത് ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലേക്ക് മാറ്റുകയും കുട്ടികൾക്ക് നീന്തൽ പഠിക്കുവാനുള്ള സാഹചര്യവും കടുത്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ അടിയന്തരമായി ഒരുക്കിക്കൊടുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഞങ്ങൾ ഈ താമസം ഞങ്ങൾ കല്ലിങ്കൽ നിവാസികളാണ്. അപ്പം ഞങ്ങൾ ഈ കുളം ഒത്തിരി നാളായിട്ട് ഒത്തിരി ജനങ്ങൾ കുളിക്കുക, അലക്കുക. ഞങ്ങൾ ഈ കുളത്തിൽ പിന്നെ കുറേ നാളുകൾ മുമ്പ് കുളിക്കാനും അലക്കാനും ഒക്കെ വന്നിട്ടുള്ളൂ. പിള്ളേരും ഞങ്ങളും ഒക്കെ വന്നിട്ടുള്ളതാണ്. ഇത് കുറേ വർഷങ്ങളായിട്ട് അത് പിന്നെ മെനകെട്ട് കിടക്കണം. അതെങ്ങനെയെങ്കിലും ഒന്ന് ഞങ്ങൾക്ക് ശരിയാക്കി തരണം. ഇത്രയേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാൻ. ദൃശ്യ ന്യൂസ്, വൈക്കം. കൊച്ചിയിൽ നടന്ന RSS പരിപാടിയിൽ VC-മാർ പങ്കെടുത്തത് ഗവർണർ വൈസ് ചാൻസലർമാരെ ഭീഷണിപ്പെടുത്തിയാണെന്ന് മന്ത്രി വി ശിവൻകുട്ടി. RSSൻ്റെ തത്വങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം എന്ന നിലയിലാണ് RSS തലവൻ്റെ പ്രസംഗം വന്നതെന്ന് മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. കേരളത്തിൽ ഇങ്ങനെയൊരു യോഗം നടത്താൻ ധൈര്യമുണ്ടായത് ഗവർണറുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണെന്നും ഗവർണർ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നു. RSSൻ്റെ പ്രചാരകനുമായി ഗവർണർ മാറിയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. പല രൂപത്തിൽ പെടുത്തുകയാണ്. എന്നിട്ട് ബഹുമാനപ്പെട്ട RSSൻ്റെ തലവൻ്റെ പ്രസംഗം വായിച്ചു നോക്കിയാൽ കുട്ടികളിലാണ് ഇതെല്ലാം ആദ്യമായി പഠിപ്പിക്കേണ്ടതെന്നുള്ളതാണ്. ഇതെല്ലാം എന്ന് പറഞ്ഞാൽ RSSൻ്റെ തത്വങ്ങളും RSSൻ്റെ പ്രവർത്തന ശൈലിയൊക്കെ തന്നെ പഠിപ്പിക്കേണ്ടത് കുട്ടികളിലാണ് എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗം പത്രങ്ങളിലൂടെ വായിച്ചപ്പോൾ മനസ്സിലായത്. ഇത് ഭരണഘടനാ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്, മതേതരത്വത്തിന് ഒരിക്കലും യോജിക്കാൻ കഴിയാത്ത കാര്യമാണ്. കേരളം പോലുള്ള ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഒരു യോഗം സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ധൈര്യം ഉണ്ടായത് കേരളത്തിലെ ഗവർണറുടെ ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രതിഷേധം ആവശ്യമാണ്. കേരളം ഇന്ത്യക്ക് തന്നെ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ കാര്യത്തിൽ മാതൃകാപരമായ നിലപാട് സ്വീകരിക്കുന്ന മാത്രമല്ല ന്യൂനപക്ഷത്തിനൊക്കെ തന്നെ സംരക്ഷണം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം എന്ന് പറയുന്നത്. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം വളരെ ബുദ്ധിപൂർവം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കാലശേഷം ഇന്നിപ്പോൾ കേരളത്തിലെ RSSൻ്റെ പ്രവാചകനും RSSൻ്റെ തത്വങ്ങൾ പല രൂപത്തിൽ പ്രചരിപ്പിക്കുന്ന വ്യക്തിത്വത്തിൻ്റെ ഉടമയായി ബഹുമാനപ്പെട്ട ഗവർണർ മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് എന്നുള്ള കാര്യം കൂടി ഞാനിവിടെ സൂചിപ്പിക്കുകയാണ്. VC-മാരെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടു എന്ന് പറയാം, അതോ സ്വയം ഇഷ്ടപ്രകാരം പോയവരും ഉണ്ടോ? പ്രത്യേകിച്ച് കുപ്പോസിൻ്റെ ബിജുകുമാറടക്കം അദ്ദേഹം പറയുന്ന അമൃത വിദ്യാപീഠത്തിൻ്റെ പരിപാടിയിലാണ് പങ്കെടുത്തതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇതാരെങ്കിലും ഗവർണർ നടത്തുന്ന പ്രോഗ്രാമാണ്. ഗവർണർ ആ സ്ഥാപനത്തിൻ്റെ തലവനാണ്. കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ് ഭരിക്കുന്നത്. ഗവൺമെൻറ്റിന് ഒരു സേ ഉണ്ടല്ലോ ഇതിൽ. അങ്ങനെയൊക്കെയുള്ളൊരു സാഹചര്യത്തിൽ സാധാരണഗതിയിൽ ഇവിടെ RSS ഒരു പ്രോഗ്രാം നടത്തുകയാണ്, ഞാനും കൂടെ വന്നോളാം എന്ന് പറഞ്ഞ് കൈയും വീശിയൊന്നും വരില്ലല്ലോ. ഇപ്പോൾ കാസർഗോഡ് ഒരു സ്കൂളിൽ ഞാൻ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. കാസർഗോഡ് ഒരു സ്കൂളിൽ നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. മഴയ്ക്ക് നേരിയ ശമനമായെങ്കിലും കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിൻ്റെ ശക്തി ഏറിയതോടെ
തിരുവല്ല താലൂക്കിന്റെ പടിഞ്ഞാറൻ മേഖല ഉൾപ്പെടുന്ന അപ്പർ കുട്ടനാട്ടിൽ മഴക്കെടുതികൾ മാറ്റമില്ലാതെ തുടരുന്നു. ഇക്കൊല്ലം കാലവർഷം ആരംഭിച്ച ശേഷം പടിഞ്ഞാറൻ മേഖലയിലുണ്ടാകുന്ന 4ാമത്തെ വെള്ളപ്പൊക്കമാണ് ഇത്. മഴ ഒഴിഞ്ഞാലും മേഖലയിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ദിവസങ്ങളോളം നീണ്ടുനിൽക്കും. കിഴക്കൻ മേഖലയിൽ നിന്നുള്ള വെള്ളത്തിന്റെ ശക്തിയേറിയതോടെ കടപ്ര, പെരിങ്ങര, നെടുമ്പ്രം പഞ്ചായത്തുകളുടെ വിവിധ പ്രദേശങ്ങളിലാണ് വെള്ളം കയറി തുടങ്ങിയത്. കുറ്റൂരിലും തിരുവല്ല നഗരസഭയുടെ താഴ്ന്ന പ്രദേശങ്ങളിലും പ്രളയക്കെടുതികളുണ്ട്. മേപ്രാൽ, പെരിങ്ങര, നെടുമ്പ്രം ഭാഗങ്ങളിലെ വീടുകളിലും റോഡുകളിലും വെള്ളം കയറി. ആളുകൾ ബന്ധുവീടുകളിലേക്കും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കും മാറിയിട്ടുണ്ട്. ഇക്കൊല്ലം കാലവർഷം ആരംഭിച്ച ശേഷം പടിഞ്ഞാറൻ മേഖലയിലുണ്ടാകുന്ന 4ാമത്തെ വെള്ളപ്പൊക്കമാണിത്. പ്രധാന നദികളിലെ ജലനിരപ്പ് അപകടനിലയിൽ എത്തിയതോടെ അലർട്ട് പ്രഖ്യാപിച്ചു. ലിങ്ക് റോഡുകളിലെ ബസ് സർവീസുകൾ പലതും ദിവസങ്ങളായി നിർത്തിവച്ചിരിക്കുകയാണ്. ക്ഷീരകർഷകരാണ് കടുത്ത യാതന അനുഭവിക്കുന്നത്. തൊഴുത്തുകളിൽ വെള്ളം കയറാൻ തുടങ്ങിയതോടെ ഉയർന്ന പ്രദേശങ്ങളിലേക്ക് പശുക്കളെ മാറ്റി. മറ്റു വളർത്തുമൃഗങ്ങളുടെ അവസ്ഥയും വ്യത്യസ്തമല്ല. ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ പെയ്യുന്ന മഴയും ശക്തമായ കാറ്റും കുട്ടനാട്, അപ്പർ കുട്ടനാട് മേഖലയിലെ താമസക്കാരെ ഏറെ ദുരിതത്തിലാക്കിയിട്ടുണ്ട്. മഴ ഒഴിഞ്ഞാലും മേഖലയിൽ വെള്ളപ്പൊക്കത്തിന്റെ കെടുതികൾ ദിവസങ്ങളോളം നീണ്ടുനിൽക്കും. ന്യൂസ് ബ്യൂറോ, തിരുവല്ല. ഭരണങ്ങാനത്ത് വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിൽ പങ്കെടുത്ത് പതിനായിരങ്ങൾ. പ്രധാന തിരുനാൾ ദിനമായ ഇന്ന് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകി. ഭാരതത്തിലെ പ്രഥമ വിശുദ്ധിയായ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന്റെ പ്രധാന തിരുനാൾ ദിനമാണ് ഇന്ന്. പ്രധാന തിരുനാളിനോടനുബന്ധിച്ച് പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയുണ്ടായി. 19 കൊടിയേറിയ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഇന്ന് സമാപനമായിരിക്കുകയാണ്. 10,000-കണക്കിന് ആളുകളാണ് വിവിധ ദേശങ്ങളിൽ നിന്നായി ഭരണങ്ങാനത്തേക്ക് എത്തിച്ചേർന്നത്. വൈകുന്നേരങ്ങളിൽ നടന്ന മെഴുകുതിരി പ്രദക്ഷിണം ഉൾപ്പെടെയുള്ളവയ്ക്ക് 10,000-ങ്ങളാണ് ദിവസം തോറും എത്തിക്കൊണ്ടിരുന്നത്. ഇന്ന് പ്രധാന തിരുനാൾ ദിനമാണ്. പള്ളിയുടെ പരിസരം ആകെ ഭക്തജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയ പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ്. വിവിധ ദിവസങ്ങളിൽ 10 ദിവസം നീണ്ടുനിന്ന വിവിധ ദിവസങ്ങളിൽ 150ഓളം വൈദികർ ഈ ദേവാലയത്തിലെത്തി വിശുദ്ധ കുർബാന അർപ്പിച്ച് സന്ദേശം നൽകി. സെന്റ് അൽഫോൻസ ഷ്രൈനും ഇടവക ദേവാലയവും ഒന്നിച്ച് സംയുക്തമായി തന്നെയാണ് ഇവിടെ ദിവ്യബലികൾ അർപ്പിക്കുന്ന തിരുനാളുകൾ നടത്തുന്നത്. കോട്ടയം രൂപത അധ്യക്ഷന്മാർ മാത്യു മൂലക്കാട്ട്, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മുൻ അധ്യക്ഷന്മാർ മാത്യു അറക്കൽ, ആലപ്പുഴ രൂപത അധ്യക്ഷന്മാർ ജെയിംസ് റാഫേൽ ആനാപ്പറമ്പിൽ, താമരശ്ശേരി രൂപത അധ്യക്ഷന്മാർ റെമിജിയോ സിഞ്ചാനിൽ, കാഞ്ഞിരപ്പള്ളി രൂപത അധ്യക്ഷന്മാർ ജോസ് പുളിക്കൽ തുടങ്ങി വിവിധ സഭകളിൽ നിന്നായി നിരവധി മെത്രാന്മാർ ഉൾപ്പെടെ വിവിധ ദിവസങ്ങളിൽ വിശുദ്ധ അൽഫോൻസാമയുടെ തിരുനാളിന് ഇവിടെ എത്തി ദിവ്യബലി അർപ്പിച്ചു. ഇന്നാണ് പ്രധാന തിരുനാൾ ദിനം നടക്കുന്നത്. അൽഫോൻസാമയുടെ മരണം നടന്ന ദിവസം തന്നെയാണ് ജൂലൈ 28 എന്ന് പറയുന്നത്. രാവിലെ നടന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ചയപ്പമാണ് ഇവിടെ ഉണ്ണിയപ്പമാണ് നേർച്ചയപ്പമായി വിതരണം ചെയ്യുന്നത്. അതിന്റെ വെഞ്ചിരിപ്പ് കർമ്മം നടന്നു. പിന്നീടാണ് പ്രധാനപ്പെട്ട കുർബാനയായി പാലാ രൂപത അധ്യക്ഷൻ മാർ ജോസഫ് കല്ലറങ്ങാട്ട് ദിവ്യബലി അർപ്പിച്ച് സന്ദേശം നൽകിയത്. പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ജൂബിലി സമാപിച്ചത്. രൂപതയിലെ എല്ലാ വൈദികരും, രൂപതയിലെ എല്ലാ മതന്മാരും, എല്ലാ കൈക്കാരന്മാരും, ആശ്രമ കൗൺസിലിന്റെ അംഗങ്ങളും നമ്മളുടെ അതിരൂപത അധ്യക്ഷനോട് ചേർന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചുകൊണ്ടാണ്. ഈ കാലയളവിൽ നമ്മളുടെ സിസ്റ്റേഴ്സ് നമ്മളുടെ രൂപതയിലെ എല്ലാ ഭവനങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ഈ 3 ഘടകങ്ങൾ വൈദിക സമൂഹം മുഴുവൻ കുർബാനയിൽ ഇവിടെയും നമ്മുടെ ഭദ്രാസന ദേവാലയത്തിൽ ആയിരുന്നതും സിസ്റ്റേഴ്സ് നമ്മുടെ രൂപതയിലെ എല്ലാ വീടുകളും സന്ദർശിച്ചതും ഏറ്റവും അനുഗ്രഹദായകമായ കാര്യങ്ങളായിരുന്നു. എല്ലാ കാര്യങ്ങളും തന്നെ ഇവിടെ അൽഫോൻസാമയുടെ പുണ്യകബറിനോട് ചേർന്നാണ് നമ്മൾ നടത്തുന്നത്. CBCI നടത്തിയപ്പോൾ 204 പിതാക്കന്മാർ നമ്മുടെ രാജ്യത്ത് ഇവിടെ വന്ന് ഈ പള്ളിയിൽ പ്രവേശിച്ചും മുകളിലത്തെ പള്ളിയിൽ പരിശുദ്ധ കുർബാന അർപ്പിച്ചുമെല്ലാം നമ്മൾ ദൈവത്തെ സ്തുതിച്ചു. നെൽസൺ മാതൃത്വയ്ക്കൊപ്പം തരുൺ സെബാസ്റ്റ്യൻ, ദൃശ്യ ന്യൂസ്. കേരള ഇലക്ട്രിക് കോൺട്രാക്ടേഴ്സ് ആൻഡ് വയർമെൻ അസോസിയേഷൻ കോട്ടയം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നു. ഈരാറ്റുപേട്ട വ്യാപാര ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം ജില്ലാ പ്രസിഡന്റ് റഫീഖ് അമ്പഴത്തിനാൽ ഉദ്ഘാടനം ചെയ്തു.
താലൂക്ക് പ്രസിഡന്റ് മുഹമ്മദ് നിസാർ അധ്യക്ഷത വഹിച്ചു. മാഹിൻ മുരുക്കോലി സ്വാഗതം പറഞ്ഞു. സിറാജ് പുളിക്കീൽ, ഉനൈസ് എന്നിവർ സംസാരിച്ചു. സംഘടനയുടെ പുതിയ ഭാരവാഹികളെയും യോഗം തെരഞ്ഞെടുത്തു. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത് പകുതിയാക്കി കഴിയുമ്പോൾ വീടിൻ്റെ ഉടമസ്ഥൻ ആ വർക്ക് വേറൊരു വ്യക്തിക്ക് കൊടുക്കുകയും അവരെന്നെ ചെയ്യുന്നുണ്ട്. അതൊരു കാര്യമാണ്. അതുപോലെ നമുക്ക് ഈ LED പോലുള്ള ഇടുമ്പോഴത്തേക്കും വയർ ചെയ്യുമ്പോൾ നമുക്ക് സ്ക്വയർ ഫീറ്റ് ചെയ്യുന്നുണ്ട്, പോയിന്റ് ചെയ്യുന്നവരുണ്ട്. പോയിന്റ് കുറച്ച് ചെയ്യുന്നുണ്ട്, സ്ക്വയർ ഫീറ്റ് കുറച്ച് ചെയ്യുന്നവരുണ്ട്. ജൂലൈ 29-ന് തൊടുപുഴയിൽ നടത്തുന്ന സംസ്ഥാന ജീവനക്കാരുടെ മേഖലാ മാർച്ചിന്റെ പ്രചരണാർത്ഥം വനിതാ കൺവെൻഷൻ തൊടുപുഴ NGO യൂണിയൻ ഓഫീസിൽ നടത്തി. NGO യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് KA ബിന്ദു ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ഏരിയ വനിതാ കൺവീനർ KT ഹസീന അധ്യക്ഷത വഹിച്ചു. തൊടുപുഴയിൽ നടക്കുന്ന മേഖലാ മാർച്ചിൽ 1000 വനിതകളെ പങ്കെടുപ്പിക്കുവാൻ കൺവെൻഷൻ തീരുമാനിച്ചു. ജനപക്ഷ ബദൽ നയങ്ങൾ ശക്തിപ്പെടുത്തുക, നവകേരള നിർമ്മിതിയിൽ പങ്കാളികളാകുക, കേന്ദ്ര സർക്കാരിൻ്റെ ജനവിരുദ്ധ തൊഴിലാളി വിരുദ്ധ നയങ്ങൾ തിരുത്തുക, കേന്ദ്ര സംസ്ഥാന സാമ്പത്തിക ബന്ധങ്ങൾ പുനഃസംഘടിപ്പിക്കുക, കേരളത്തെ തകർക്കുന്ന കേന്ദ്ര നയം തിരുത്തുക, PFRDA നിയമം പിൻവലിക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ജൂലൈ 29-ലെ മാർച്ചും ധർണയും. 2004 ജനുവരി 1 മുതൽ കേന്ദ്ര സർവീസിൽ പ്രവേശിക്കുന്നവർക്ക് പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമാക്കി. അതിനെ തുടർന്ന് മാറി വന്ന ഗവൺമെൻറ്റുകൾ, ഈ NDA ഗവൺമെൻറ്റിന് ശേഷം ഒന്നാം UPA ഗവൺമെൻറ്റും പിന്നീട് രണ്ടാമത് വന്ന UPA ഗവൺമെൻറ്റും, ഒന്നാം UPA ഗവൺമെൻറ് ഇത് നിയമമാക്കാനായിട്ട് മൻമോഹൻ സിംഗിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ഇതിന് നിയമപ്രാബല്യം കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചെങ്കിലും അന്ന് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയുണ്ടായിരുന്നു. അപ്പോൾ അന്ന് അത് സാധിച്ചില്ല. പക്ഷേ രണ്ടാമത് വന്ന UPA സർക്കാർ PFRDA നിയമത്തിൻ്റെ പ്രാബല്യത്തോടെ രാജ്യത്തെങ്ങും പങ്കാളിത്ത പെൻഷൻ പദ്ധതി നടപ്പിലാക്കുകയാണ് ചെയ്തത്. അതും എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഈ പെൻഷൻ കൊടുക്കുക എന്നുള്ളത് ഒരു ബാധ്യതയായിട്ട് കാണുന്ന വലതുപക്ഷ നയത്തിൻ്റെ ഭാഗമായിട്ടാണ് അത്തരത്തിലുള്ള തീരുമാനത്തിലേക്ക് ഈ മാറി വന്ന NDA UPA ഗവൺമെൻറ്റുകൾ പോയിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനുശേഷം അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിലടക്കം 2013 നമ്മുടെ കേരളത്തിലടക്കം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കേരളത്തിലടക്കം പങ്കാളിത്ത പെൻഷൻ പദ്ധതി ബാധകമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ PFRDA ഇതിനിടയിൽ പല സംസ്ഥാനങ്ങൾ നമുക്കറിയാം പല പ്രക്ഷോഭങ്ങളും ഈ പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ സംഘടന അടക്കം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മളടക്കം ചിലർ പറഞ്ഞു കേട്ടു, അതായത് പല സംസ്ഥാനങ്ങളിലും പങ്കാളിത്ത പെൻഷൻ പദ്ധതി പിൻവലിച്ചിട്ടുണ്ടല്ലോ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.